നാടകരംഗത്ത് നിന്നും സിനിമയിലേക്ക് കടന്നു വന്ന ഒരു ആക്ടറാണ് ഇന്ന് നമ്മുടെ സൺഡേ ഫണ്ടിൽ അതിഥിയായിട്ടുള്ളത്. ഏവർക്കും പ്രിയങ്കരനായ വിനയ് ഫോർട്ട്. വെൽക്കം ടു സൺഡേ ഫണ്ടേ. സന്തോഷം, സുഖം മുഖത്തെന്ന് അറിയുന്നുണ്ട്. ഒരു 10 വർഷം കാത്തിരിക്കുക എന്നുള്ളത് ഒരു ആക്ടറിനെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണോ അതോ സങ്കടമുള്ള കാര്യം? അതിൻ്റെ ഇടയിൽ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിണ്ടാവും. എസ്പെഷ്യലി തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന വിനയ്ക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിണ്ടാവും. അതിനെയൊക്കെ തരണം ചെയ്യാൻ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് എന്താണ്? ഒരു സ്ട്രോങ് എലമെന്റ് എന്ന് പറയുന്നത് പേഴ്സണലി ആയാലും ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്കായാലും. ഒന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ഒരാളാണ്. ഞാൻ ഈ മോഹാവലയത്തിലൊന്നും പെട്ട് അല്ലെങ്കിൽ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതും എൻ്റെ പ്രയോറിറ്റി എപ്പോഴും സിനിമയാണ്, ആക്ടിങ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ ബൈ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, അതായത് നമ്മൾ പോപ്പുലർ ആവുക അല്ലെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാവുക, ഇതൊക്കെ എന്നെ സംബന്ധിച്ച് സെക്കൻഡറി ആണ്. ഇപ്പം ഞാൻ ഒരുപാട് സിനിമകൾ പൈസ ഇല്ലാണ്ട് അഭിനയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഭയങ്കര നമുക്ക് അത്യാവശ്യം പൈസ കിട്ടുന്ന ടൈമിൽ ഒട്ടും പൈസ ഇല്ലാണ്ട് അഭിനയിച്ചിട്ടുണ്ട്. കഥാപാത്രത്തോടുള്ള ഇഷ്ടമുണ്ട്. അപ്പോൾ എപ്പോഴും എൻ്റെ പ്രയോറിറ്റി നല്ല വേഷങ്ങൾ ചെയ്യുക, നല്ല സിനിമയുടെ ഭാഗമാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈഫ് എന്ന് പറഞ്ഞൊരു സാധനത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും മൂല്യമുണ്ട്. ഇപ്പോൾ എനിക്കൊരു കുട്ടിയുണ്ട്, അവന് 2.5 വയസ്സായി. അപ്പോൾ അവന് ഏതാണ്ട് 1 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി സിനിമയിൽ അതായത് കുറച്ചും കൂടി ഭേദപ്പെട്ട സിനിമകൾ ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിൽ പലപ്പോഴും നമ്മൾ 2 മാസമൊക്കെ ജോബ്ലെസ് ആയിട്ട് വീട്ടിൽ ഇരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന എല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. ഞാൻ 2 മാസം നിൽക്കുമ്പോൾ ഇപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കര ഒരു ടൈം പാസ് ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്ന അവന്റെ ഏറ്റവും നല്ല സമയം ഇപ്പോൾ. അത് ഞാൻ പലപ്പോഴും കാണാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. കോയിൻസിഡൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ഷോയുടെ പേരാണ് സൺഡേ ഫണ്ടേ. അപ്പൊ നാളെ വരുന്നുണ്ടല്ലോ, ഇത് കൊള്ളാലോ. ഞാനിപ്പോ ഇവിടെ വന്നപ്പോഴും അറിയുന്ന ഷോയുടെ പേര് ഇതാണെന്ന്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് കണ്ടപ്പോ. ആൻഡ് ഐ റിയലി ഫോളോ യു. മോന്റെ എന്താ പറയാ, നല്ല നല്ല ഒരുപാട് ആളുകൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നത് ഇവനെ കാണാനും. ഒരു 1.5 വയസ്സോ 2.5 വയസ്സായി. 2.5 വയസ്സായി അടുത്ത് തന്നെ പുള്ളിക്കാരെ സ്കൂളിലൊക്കെ പോയി തുടങ്ങും. അപ്പൊ അതിന് മുമ്പുള്ള ഒരു കാലഘട്ടം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ എല്ലാത്തിനും മൂല്യം കാണുന്നുണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ ഇരിക്കുന്നു, നമ്മള് മനസ്സമാധാനത്തോടുകൂടി 2 എന്താ സെയിം വേവ് ലെങ്ത് ഷെയർ ചെയ്യുന്ന ആളുകൾ സംസാരിക്കുന്നു. അതിനും അതിൻ്റെതായ മൂല്യമുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല വലിയ കാര്യം. ഡെഫിനറ്റ്ലി നമ്മളുടെ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മളുടെ സ്വപ്നം അതെല്ലാം സിനിമയും അഭിനയവുമായിട്ട് കണക്ട് ചെയ്യണം. എങ്കിലും ഞാനീ പറയുന്ന പോലെ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ലൈഫിനോടുള്ള സമീപനം അങ്ങനെ ചെയ്തുകൊണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. അത് കിട്ടുവാണ്. അല്ല, ചിലരൊക്കെ ഭയങ്കര ഡെസ്പായിട്ട് ഇതൊക്കെ നിർത്തി അങ്ങനെയുള്ളവരോട് എന്താ വിനയ് എന്ന് പറഞ്ഞ ആക്ടറിന് പറയാനുള്ളത്? ഡെസ്പറേറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു ആക്ടറിനപ്പുറത്തേക്ക് ഞാനൊരു ആക്ടിങ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ കുറേ നാളുകളായിട്ട് നമുക്ക് അങ്ങനെ ഭയങ്കര ഒരു ലേണിംഗ് ഒക്കെ നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഈ ആക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി, മൈൻഡ് ആൻഡ് വോയിസ് വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഈ സിനിമ കിട്ടുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾക്ക് ഭയങ്കര സിനിമ കിട്ടുന്നു, അയാളതിൽ നന്നായിട്ട് ഞാൻ അഭിനയിക്കും എന്നുള്ള ധാരണയൊക്കെ അതിന്റെ ഒരു പോസിറ്റീവ് സെൻസില് അത് നമുക്ക് എല്ലാ ആക്ടേഴ്സിനും ഉണ്ടാവും. ഇത് ഞാൻ പൊളിച്ചടക്കില്ല, ഇത് എനിക്ക് കിട്ടിയില്ല, ഞാൻ അൺലക്കാണ്, അത് ഓക്കെ, അതിന്റെ ഒരു ഹെൽത്തി സൈഡ് ഓക്കെയാണ്, അത് നല്ലതാണ്. ഞാൻ എല്ലാ സിനിമ കാണുമ്പോഴും നമ്മൾ ആലോചിക്കും, ഓക്കെ നമ്മളാണെങ്കിൽ എങ്ങനെ ചെയ്തേനെ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു പെർഫോമൻസിനെ വാവ് പറയുന്നപ്പോഴാണെന്ന് അറിയോ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്ത തരത്തിലൊരാള് ചെയ്യുമ്പോഴാണ്. അപ്പൊ എനിക്ക് ആകെ ആക്ടേഴ്സിനോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ടിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. നമ്മളുടെ ക്രാഫ്റ്റ് ഉണ്ട്. ശരിക്കും അഭിനയം ഒരു തരത്തിൽ ക്രാഫ്റ്റാണ്. നമ്മൾ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ വായിക്കുക, സിനിമ കാണുക, അല്ലെങ്കിൽ പുതിയ മറ്റേ സിനിമയിലും അല്ലെങ്കിൽ അഭിനയത്തിലൊക്കെ എത്രത്തോളം മാറ്റങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മളെ തന്നെ ട്രെയിൻ ചെയ്തിരിക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു സാധനം വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമ്മൾ ഡെസ്പറേറ്റ് ആയി താടിയൊക്കെ വളർത്തി നമ്മൾ കള്ളുകൂടിയും മറ്റേ ഡ്രഗ് അടിയൊക്കെ തുടങ്ങി എന്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെ, എനിക്ക് മാത്രം ഈ സീൻ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറയും. പിന്നെ അവസരം കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കമ്പോസ്ഡ് ആയിരിക്കുക, മറ്റേ നമ്മളെ തന്നെ വർക്ക് ചെയ്തിരിക്കുക, അവസരം വരുമ്പോൾ ചെയ്യുക, ബാക്കി